ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് തേർഡ് ചാപ്റ്ററാണ് കോപ്പറേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റം. ഓക്കെ, അതിനകത്ത് എന്താണ് എക്കണോമിക് സിസ്റ്റം എന്നുള്ളതും ക്യാപിറ്റലിസം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പാറ്റേൺ ഓഫ് കണ്ടക്ടിങ് ഡിഫറെൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിനെയാണ് നമ്മൾ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? എക്കണോമിക് സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് പാറ്റേൺ ഓഫ് കണ്ടക്ടിങ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് സച്ച് ആസ് production, distribution, consumption, etc. for the purpose of satisfaction of human wants. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എക്കണോമിക് സിസ്റ്റത്തെ പ്രധാനമായിട്ടും 3 തരമായിട്ട് ടൈപ്സ് ആയിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. സോ മെയിൻലി ദർ ആർ 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം. ഫസ്റ്റ് വൺ ക്യാപിറ്റലിസം, സെക്കൻഡ് വൺ സോഷ്യലിസം, തേർഡ് വൺ മിക്സഡ് എക്കോണമി. അതിനകത്ത് ക്യാപിറ്റലിസം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സോ ദ മെയിൻ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സോ ദ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആൻഡ് കൺട്രോൾ ഈസ് വെരി ലീസ്റ്റ്. ഇതായിരുന്നു ക്യാപിറ്റലിസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അണ്ടർ ക്യാപിറ്റലിസം മെയിൻ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, പ്രധാനപ്പെട്ട എക്കണോമിക് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് സ്വകാര്യ വ്യക്തികളായിരിക്കും. സ്വകാര്യവൽക്കരണമാണ് അവിടെ ക്യാപിറ്റലിസത്തിൽ അല്ലെങ്കിൽ മുതലാളിത്തവൽക്കരണത്തിൽ നടക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ നിയന്ത്രണവും ഒക്കെ എന്തായിരിക്കും? വളരെ ചുരുക്കമായിരിക്കും. ലീസ്റ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇതാണ് ക്യാപിറ്റലിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ക്യാപിറ്റലിസം, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റലിസം വേഴ്സസ് സോഷ്യലിസമാണ്. ക്യാപിറ്റലിസം അതുപോലെ തന്നെ സോഷ്യലിസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് സോഷ്യലിസം? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. Socialism is an economic system under which production and distribution takes place for the goodness of the community. Okay, socialism is an economic system under which production and distribution take place for the goodness of the community. അപ്പോൾ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. സോ ദിസ് ആർ ദ 3 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം. അപ്പം സോഷ്യലിസം എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം, ഒരു എക്കണോമിക് സിസ്റ്റമാണ്. അണ്ടർ വിച്ച് ഇതിനകത്ത് നടക്കുന്ന എന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടേക്സ് പ്ലേസ് ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലുള്ള എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ ഗുഡ്നെസ്സിനും വേണ്ടിയിട്ടായിരിക്കും, സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കും എല്ലാ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലുള്ള എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നത് ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റലിസത്തിൽ എന്താ പറഞ്ഞിരുന്നത്? അവിടെ ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിൻ്റെ നന്മയല്ല ലക്ഷ്യം. അവിടെ നമ്മൾ പറയുന്നത് ഓൾ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. എല്ലാം സ്വകാര്യ വ്യക്തികളാണ് ചെയ്യുന്നത്. സ്വകാര്യ വ്യക്തികൾ ചെയ്യുമ്പോൾ എന്താണ്? സ്വകാര്യവൽക്കരണം ഉണ്ടാകുമ്പോൾ എന്താ നടക്കുന്നത്? അവിടെ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്, കൂടുതൽ ലാഭം നേടുക എന്നുള്ളതാണ്. അതല്ലാതെ സമൂഹത്തിൻ്റെ നന്മയല്ല. ഓക്കെ, സ്ഥാപനം നടത്തുമ്പോൾ അവിടെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്, നോട്ട് ഫോർ ദ ഗുഡ്നെസ് ഓഫ് കമ്മ്യൂണിറ്റി. ഓക്കെ, സമൂഹത്തിൻ്റെ നന്മയല്ല. പക്ഷേ സോഷ്യലിസ്റ്റ് രാജ്യമാകുമ്പോൾ, സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ദ മെയിൻ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻസ് ടേക്ക് പ്ലേസ് ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നോട്ട് ദ അൾട്ടിമേറ്റ് എയിം ഈസ് നോട്ട് ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്. കൂടുതൽ ലാഭം നേടുക എന്നുള്ളതല്ല ഏതൊരു സ്ഥാപനം നടത്തുമ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ദ മെയിൻ എയിം എന്ന് പറയുന്നത് സോ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സോഷ്യലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം അണ്ടർ വിച്ച് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടേക്ക് പ്ലേസ് ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലുള്ള എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. അണ്ടർ സോഷ്യലിസം, അടുത്ത സെൻറ്റൻസ് നോക്കുക. അണ്ടർ സോഷ്യലിസം മൾട്ടിപ്പിൾ പാർട്ടീസ് ആർ ഡിറ്റർമിനിങ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മൾട്ടിപ്പിൾ പാർട്ടീസ് ആർ ഡിറ്റർമിനിങ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ആ രാജ്യത്തിനകത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയപരമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് മൾട്ടിപ്പിൾ പാർട്ടീസ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളത് പോലുള്ള ഒത്തിരി പാർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒത്തിരി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കും. അവരൊരു പൊതു തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കും. എന്നിട്ട് അതിൽ ഭൂരിപക്ഷം കിട്ടുന്നവരാരാണോ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിൽ സോ അണ്ടർ ക്യാപിറ്റലിസം മൾട്ടിപ്പിൾ പാർട്ടീസ്, ഒത്തിരി പാർട്ടികൾ ഉണ്ടായിരിക്കും, ആർ ഡിറ്റർമിനിങ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ക്ലാസ് ഡിസ്ക്രിമിനേഷൻസ് ആർ ഡിമിനിഷ്ഡ്. അതുപോലെ തന്നെ ഈ അപ്പർ ക്ലാസ് ഫാമിലീസ്, ലോവർ ഇൻകം പീപ്പിൾ അല്ലെങ്കിൽ പുവർ ആൻഡ് ഹൈ ഇൻകം ഗ്രൂപ്പ്, റിച്ച് ആൻഡ് പുവർ, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവില്ല, സമൂഹത്തിലുണ്ടാവില്ല. എല്ലാവരും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഹൈ ഇൻകം പീപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ റിച്ച് പീപ്പിൾസും ഉണ്ട്, ലോ ഇൻകം പീപ്പിൾസും ഉണ്ട്, മിഡിൽ ഇൻകം പീപ്പിൾസും ഉണ്ട്, അല്ലേ? ഇന്ത്യയിൽ പല തരത്തിലുള്ള ആളുകളാണ് ജീവിക്കുന്നത്. വലിയ പണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് പീപ്പിൾസ് ഉണ്ട്. ഭൂരിഭാഗം വരുന്നത് മിഡിൽ ക്ലാസ് ഇൻകം പീപ്പിൾസ് ആണ്. അതുപോലെ തന്നെ ലോ ഇൻകം പീപ്പിൾസും ഉണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ വെല്ലുവിളി നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലോ ഇൻകം പീപ്പിൾസും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ് ഡിസ്ക്രിമിനേഷൻസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് റിച്ച് ആൻഡ് പുവർ എന്നുള്ള ആ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യും, പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഡിമിനിഷിങ് എന്നാണ് പറയുന്നത്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നോട്ട് അബോളിഷ്ഡ് എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അബോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം തുടച്ചു നീക്കുക, അതല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ എന്ത് ചെയ്യുന്നില്ല, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നൊന്നുമില്ല. അതെന്ത് ചെയ്യും, സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ അതൊരു പരിധി വരെ ഡിമിനിഷ് ചെയ്യാൻ വേണ്ടി, കുറക്കുന്നതിന് വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ്. ക്ലാസ് ഡിസ്ക്രിമിനേഷൻ മീൻസ് റിച്ച് ആൻഡ് പുവർ എന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു പരിധി വരെ കുറക്കാൻ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ സാധിക്കും. ആൻഡ് ഓൾ പീപ്പിൾസ് ഷുഡ് ബി ഗിവൺ ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. എല്ലാവർക്കും വിജയിക്കാനുള്ള ഈക്വൽ ചാൻസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ഒരുപോലെയുള്ള പരിഗണനയായിരിക്കും ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ ഉണ്ടാവുക എന്നർത്ഥം. അതായത് റിച്ച് പീപ്പിൾസിന് അവരുടേതായിട്ടുള്ള പരിഗണന, അതുപോലെ തന്നെ ലോ ഇൻകം പീപ്പിൾസിന് അവരുടേതായിട്ടുള്ള പരിഗണന, അങ്ങനെയല്ല. എക്കണോമിക് സിസ്റ്റത്തിൽ, സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, സോ ടു പ്രൊവൈഡ് ഈക്വൽ ചാൻസ് ടു ഈച്ച് ആൻഡ് എവറി പീപ്പിൾ, എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ഓൾ പീപ്പിൾ ഷുഡ് ബി ഗിവൺ ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. വിജയിക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് സോഷ്യലിസം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ എക്കണോമിക് സിസ്റ്റത്തെ നമ്മൾ എത്രയായി തരംതിരിച്ചു? മൂന്നായിട്ട്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിക്സഡ് എക്കോണമിക് സിസ്റ്റമാണ് ഇന്ത്യയുടെ കാലത്ത്. അതെ, അതായത് പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, പബ്ലിക് സെക്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റലിസത്തിൽ എന്താണ് പറയുന്നത്, പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളതാണ്. സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. മിക്സഡ് എക്കോണമി ആകുമ്പോൾ അവിടെ പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യമുള്ളതായിരിക്കും. ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ KSRTC ബസ് സർവീസ് സെക്ടറാണെങ്കിൽ, ബസ് സർവീസ് സെക്ടറാണെങ്കിൽ അവിടെ അകത്ത് എന്തുണ്ട്, KSRTC ഉണ്ട് ഗവൺമെൻറ് സെക്ടറിൽ, അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട്. അതാണ് പ്രൈവറ്റ് പബ്ലിക് എന്നുള്ള റിലേഷൻ. അതാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് എന്ത് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഒരു ക്യാപിറ്റലിസത്തിൽ അവിടെ പറയുന്ന മെയിൻ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, എല്ലാം പ്രൈവറ്റ് സെക്ടറിനായിരിക്കും. സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിലായിരിക്കുമ്പോൾ ആണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലുള്ള എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും
കണ്ടക്ട് ചെയ്യുന്ന എന്തായിരിക്കും, ഫോർ ദ ഗുഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗവൺമെൻറ് സെക്ടേഴ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലിസത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇത്രയും നമുക്ക് പറയണം. ഇനി അതിൻ്റെ ഒരു ഫീച്ചേഴ്സും കൂടെ നമുക്ക് പറയാനുണ്ട്. അത് നമുക്കൊരു അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.